ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി ബ്രേക്കപ്പ് പറഞ്ഞ് നിങ്ങളുടെ ലൈഫിൽ നിന്നും പോയി. ആ വ്യക്തി നിങ്ങളെ വീണ്ടും അവരുടെ ലൈഫിലോട്ട് തന്നെ ഇൻവൈറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കുകളാണ്, മെത്തേഡുകളാണ്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 100% റിസൾട്ട് ഗ്യാരണ്ടിയാണ്. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. നിങ്ങൾ ഇപ്പോൾ ഫ്രീ അല്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിടുക. ഫ്രീ ആവുന്ന സമയത്ത് കൃത്യമായി കണ്ട് മനസ്സിലാക്കി അപ്ലൈ ചെയ്യുക. 3 മെത്തേഡുകളായിട്ടാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക്, അഥവാ ബ്രേക്കപ്പ് പറഞ്ഞ് പോയിട്ടുള്ള ആ ഒരു വ്യക്തിക്ക് ഒരു സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ്. ആ സ്പേസ് കൊടുക്കുക എന്ന് പറയുന്നതിൽ തന്നെ കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞു വരുന്നുണ്ട്. അത് ഓരോന്നും ശ്രദ്ധിച്ചു കേൾക്കുക. ഒന്നാമതായിട്ട്, നമ്മളുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണലി ഭയങ്കര ഡൗൺ ആയിരിക്കും, വിഷമത്തിലായിരിക്കും, ടെൻഷനിലായിരിക്കും. ഇനി അവർ തിരിച്ചു വരില്ലേ എന്നുള്ള തോന്നലുണ്ടായിരിക്കും. ആ ബ്രേക്കപ്പ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാത്ത സമയത്തോളം, അത് അക്സെപ്റ്റ് ചെയ്യുന്നത് വരെ നമ്മൾ ഭയങ്കര പ്രഷറിലായിരിക്കും. ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥയായിരിക്കും. സോ അതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, ആ ബ്രേക്കപ്പിനെ ജസ്റ്റ് ഒന്ന് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. യെസ്, ഇതെൻ്റെ ലൈഫിൽ സംഭവിച്ചു, ഞങ്ങൾ തമ്മിൽ അടിയായി, പിരിഞ്ഞു, ഇതാണ് റിയാലിറ്റി. ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ബാക്കി തിരിച്ചു കൊണ്ടുവരാനും അവർ നമ്മളെ തിരിച്ചു വിളിക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. സോ അക്സെപ്റ്റ് ഇറ്റ്. രണ്ടാമതായിട്ട്, ആ ഒരു കമ്മ്യൂണിക്കേഷൻ കുറച്ച് ദിവസത്തിനൊന്ന് സ്റ്റോപ്പ് ചെയ്യുക. അവരെ സോഷ്യൽ മീഡിയകളിലൊക്കെ നിങ്ങളുടെ ഭാഗത്തല്ല മിസ്റ്റേക്ക് എങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്ലോക്ക് ചെയ്തിടുക. നിങ്ങളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എങ്കിൽ നിങ്ങൾ ബ്ലോക്ക് ചെയ്യേണ്ട. ക്ലിയർ ആയല്ലോ? അപ്പോൾ വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ജസ്റ്റ് ബ്ലോക്ക് ചെയ്യുക. കോള് ബ്ലോക്ക് ചെയ്യണം എന്നില്ല. എന്തെങ്കിലും എമർജൻസി കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവരിപ്പോൾ വിളിച്ചൊരു സോറിയൊക്കെ പറഞ്ഞ് പെട്ടെന്ന് പാച്ചപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, കോള് ബ്ലോക്ക് ചെയ്യേണ്ട. ബാക്കി സോഷ്യൽ മീഡിയ ആപ്സുകളൊക്കെ ഒന്ന് ബ്ലോക്ക് ചെയ്തിടുക. അങ്ങനെ കുറച്ച് ദിവസം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, കുറച്ച് ടൈം എടുക്കുക എന്നുള്ളത് തന്നെയാണ്. അത് ഹീലായി കഴിഞ്ഞിട്ടേ നമ്മൾ ഇതിലെന്തെങ്കിലും സൊല്യൂഷൻ കണ്ടെത്താൻ നോക്കിയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഹീലിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് സമയം, നമ്മൾ കുറച്ച് ദിവസം മുന്നോട്ട് പോവുക. ദെൻ നെക്സ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, ജസ്റ്റ് മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനെ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് തോട്ട്സ് ഒക്കെ വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് മനസ്സിലാവും ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നുള്ളത്. ചിലപ്പോൾ നമ്മുടെ ഭാഗത്തായിരിക്കും മിസ്റ്റേക്ക്, ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഭാഗത്തായിരിക്കും മിസ്റ്റേക്ക്, ചിലപ്പോൾ 2 പേരുടെ അടുത്തും മിസ്റ്റേക്ക് ഉണ്ടായിരിക്കാം. അപ്പോൾ 2 പേരുടെ അടുത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും നിങ്ങളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എങ്കിലും നിങ്ങൾ അവരെ ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് സോറി പറയാനുള്ള ഒരു മനസ്സ് കാണിക്കുക. നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് വീണ്ടും വേണം, മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ. ഇനി അതല്ല, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എങ്കിൽ നിങ്ങൾ സോറി പറയാൻ തൽക്കാലം ഇപ്പോൾ പോകണ്ട. കാരണം നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഒന്നുമില്ലല്ലോ. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഞാൻ പറയാൻ പോകുന്ന ബാക്കിയുള്ള മെത്തേഡുകൾ കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഈ സ്പേസ് കൊടുക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയൊക്കെ കാര്യങ്ങളാണ്. അത് കൃത്യമായി മനസ്സിലാക്കുക. ഇനി മെത്തേഡ് 2 ആണ് പറയുന്നത്. അതിൽ ഫോക്കസ് ഓൺ യു എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അപ്പം അതിൽ ആദ്യമായിട്ട് എടുത്തു പറയാനുള്ളത് സ്റ്റേ കാം എന്നുള്ളതാണ്. നമ്മൾ കാമായിട്ടിരിക്കുക. നമുക്കൊരു റിലേഷൻഷിപ്പ് ഹീലാക്കാനും ആ പോയ വ്യക്തിയെ തിരിച്ച് അട്രാക്ട് ചെയ്യാനൊക്കെ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് കാമായിരിക്കണം, നമ്മുടെ തോട്ട് പ്രോസസ്സ് കറക്റ്റ് ആയിരിക്കണം. സോ സ്റ്റേ കാം എന്നുള്ളതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം, ഇനി അതല്ലെങ്കിൽ യോഗ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രാക്ടീസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യാം. ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യാവുന്നതാണ്. സോ സ്റ്റേ കാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തതായിട്ട് പറയുന്നത്, നിങ്ങളുടെ സെൽഫ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ജസ്റ്റ് കുറച്ച് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ സ്കിൽസുകൾ ഉണ്ടെങ്കിൽ, പഠിക്കാൻ പറ്റുന്ന സ്കില്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പഠിക്കുക, അതിനൊക്കെ സമയം കണ്ടെത്തുക എന്ന് പറയുന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അടുത്തതായിട്ട് പറയുന്നത് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് എന്നുള്ളതാണ്. നിങ്ങളെ കുറച്ചുകൂടി കൂടുതലായിട്ട് നിങ്ങൾ കെയർ ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്തുക, കൂടുതൽ സ്നേഹിക്കുക, അതിൻ്റെ
അതിൻ്റെ ഭാഗമായിട്ട് നല്ല നീറ്റ്നെസ് ലൈഫിൽ കൊണ്ടുവരിക, വൃത്തിയായിട്ട് നടക്കുക, നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടമൊക്കെ തോന്നും. നമുക്ക് നമ്മളോട് തന്നെ ഇഷ്ടം തോന്നി തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ള ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നമ്മളോടൊരു പ്രത്യേക അട്രാക്ഷനൊക്കെ തോന്നി തുടങ്ങും എന്നുള്ളതാണ്. സോ നമ്മുടെ തോട്ട് പ്രോസസ്സാണ് എല്ലാം. ഇതെല്ലാം നമ്മുടെ തോട്ട് പ്രോസസ്സിൽ വലിയ സ്വാധീനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് അല്ലാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവുക. ഇപ്പോൾ സ്വന്തമായിട്ട് ജോലി ചെയ്യുക, നിങ്ങളുടെ കരിയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇനി അതല്ല ബിസിനസ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ബിസിനസ് ചെയ്യുക. അങ്ങനെ സ്വന്തമായിട്ടൊരു വരുമാനം, സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ത്രാണി ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും ഈ വീട്ടിൽ തന്നെ അടച്ചുകൂടി ഇരിക്കാതെ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങുക, ആളുകളൊക്കെ ആയിട്ടൊന്ന് മിങ്കിൾ ചെയ്യുക എന്ന് പറയുന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വീട്ടിലിരുന്നാലായിരിക്കും അവർക്ക് പെട്ടെന്ന് റിക്കവർ ആവാനായിട്ട് പറ്റുക. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവാം. ഇനി അതല്ല എക്സ്ട്രോവേർട്ട് പേഴ്സണാലിറ്റി ഒക്കെ ആണെങ്കിൽ പുറത്തിറങ്ങാം, ആളുകളൊക്കെ ആയിട്ടൊന്ന് മിങ്കിൾ ചെയ്യാം, ചില്ലാവാം. അപ്പോൾ നമുക്ക് ഒന്നുകൂടിയൊക്കെ ഒന്ന് പെട്ടെന്ന് റിക്കവർ ആവാനായിട്ട് പറ്റും. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ടോക്ക് ടു സംവൺ. നമുക്ക് പേഴ്സണലി അത്ര അറ്റാച്ച്മെൻ്റ് ഉള്ള പരിചയത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ അവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് വഴി നമുക്കൊന്നുകൂടി കൂടുതൽ റിലാക്സ്ഡ് ആവാനും പഴയ രീതിയിൽ നമ്മൾ മെൻ്റലി ഒന്ന് ഓക്കെ ആയിട്ട് വരികയും ചെയ്യും എന്നുള്ളതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഫോക്കസ് ഓൺ യു എന്ന് പറയുന്ന കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. ഇതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഗോൾസുകളിൽ കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കാനും ഫോക്കസ് ചെയ്യാനും പറ്റുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ആ ഒരു പെയിനിനെ നമ്മൾ കുറച്ചുകൂടി ഇൻസ്പയർഡ് ആയി എടുത്തുകൊണ്ട് നിങ്ങളുടെ ഗോളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക കൂടി ചെയ്യുകയാണെങ്കിൽ അതൊന്നുകൂടി നല്ലതാണ്. തീർച്ചയായിട്ടും ഇതൊക്കെ ചെയ്യുന്നത് വഴി അവർ വിട്ടു പോകണം എന്നല്ല പറയുന്നത്, അവർ വിട്ടു പോവത്തില്ല. നിങ്ങളിങ്ങനെ റിക്കവറായി മെൻ്റലി ഓക്കെ ആയി, നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് ഓക്കെ ആയി നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ തോട്ടിൻ്റെ പവർ കാരണത്താൽ അവർ നിങ്ങളുടെ ലൈഫിൽ അട്രാക്റ്റഡ് ആയിട്ട് അവർ നിങ്ങളെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. സോ നിങ്ങൾ തമ്മിൽ മെൻ്റലി ഒരു കണക്ഷൻ ഓൾറെഡി ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് വീണ്ടും ഒരു റീ അട്രാക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത്തരം സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഇത്തരം മെത്തേഡുകളൊക്കെ അപ്ലൈ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ. ഇനി പറയാനുള്ളത് മൂന്നാമത്തെ മെത്തേഡാണ് മേക്ക് എ ഫ്രഷ് സ്റ്റാർട്ട് എന്നുള്ളതാണ്. പുതിയൊരു തുടക്കം അല്ലേ? അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒന്ന് റിലാക്സ്ഡ് ആയി ഒരു 1 month ഒക്കെ കഴിഞ്ഞുവെങ്കിൽ നമ്മൾ ആ ബ്ലോക്ക് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അൺബ്ലോക്ക് ചെയ്തിടുക. അൺബ്ലോക്ക് ചെയ്തിടുമ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ചെക്ക് ചെയ്യുന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ അൺബ്ലോക്ക് ആയല്ലോ എന്ന് കരുതി മെസ്സേജ് അയക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പതിയെ മെസ്സേജിന് റിപ്ലൈ കൊടുത്ത് തുടങ്ങുക. ഓക്കെ, അല്ലെങ്കിൽ കോള് വരാം, കോൾ അറ്റൻഡ് ചെയ്യുക. ഇനി അതൊന്നും വന്നില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് വിളിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പേഷ്യൻസ് കാണിക്കുക, കുറച്ച് ഫ്യൂ ഡേയ്സ് കൂടി. എന്നിട്ടും കോളൊന്നും വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് വിളിക്കാം, നോ പ്രോബ്ലം. അങ്ങോട്ട് വിളിക്കുക, ജസ്റ്റ് കാണണമെന്ന് പറയുക, ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് പാസ്റ്റിലെ കാര്യങ്ങളൊന്നും എടുത്തിടാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പ്രസന്റ്, ഫ്യൂച്ചർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോർമൽ ഒരു കാഷ്വൽ ടോക്കാണ് വരേണ്ടത്. റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊന്നും അവിടെ എടുത്തിടരുത്. നീ അങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ, നമ്മൾ അങ്ങനെ പറഞ്ഞതല്ലേ, ഇങ്ങനെ പറഞ്ഞതല്ലേ, അതൊന്നും വേണ്ട. കാഷ്വലായിട്ട് സംസാരിക്കുക. എന്തൊക്കെയാ വിശേഷം, എങ്ങനെ പോണു, വർക്കൊക്കെ എങ്ങനെയുണ്ട്, ഫുഡ് കഴിച്ചോ, നീ ഓക്കെ അല്ലേ ഇപ്പോൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറയുക. എന്താണ് അടുത്ത പരിപാടി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചോദിക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത്, ഒരു കാഷ്വൽ ടോക്ക്. അപ്പോൾ ആ ഒരു കാഷ്വൽ ടോക്കിന് പോകുന്ന സമയത്ത് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഡ്രസ്സ് നമുക്ക് ധരിക്കാം. നമ്മൾ ഡേറ്റിങ്ങിലൊക്കെ ഓൾറെഡി ആദ്യമൊക്കെ ഉപയോഗിച്ചിരുന്ന ആ പെർഫ്യൂം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സെയിം പെർഫ്യൂമും കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതൊക്കെ പഴയ മെമ്മറിയിലോട്ട് കൊണ്ടുപോകാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. പിന്നെ ആ ഒരു ഡേറ്റിംഗ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മീറ്റപ്പ് കഴിഞ്ഞതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാറ്റസുകളോ പോസ്റ്റുകളോ ഒക്കെ ഇടാം. അപ്പോൾ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോ ഇടാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ പഴയ നിങ്ങളുടെ എന്തെങ്കിലും മെമ്മറീസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലും സ്ഥലത്ത് പോയപ്പോൾ ഉള്ള ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഇടാം. അങ്ങനെയൊക്കെ പതിയെ എന്ത് ചെയ്യാം, സ്റ്റാറ്റസൊക്കെ അപ്ഡേറ്റ് ചെയ്ത് അതൊക്കെ അവർ കാണട്ടെ. അങ്ങനെ പതിയെ ആ ഒരു ട്രാക്കിലോട്ട് ഇങ്ങനെ വരിക എന്നുള്ളതാണ്. പെട്ടെന്ന് ഒറ്റയടിക്ക് എല്ലാം സോൾവ് ചെയ്താൽ ഓക്കെ നമ്മൾ പഴയ പോലെ ആയി, അങ്ങനെയല്ല. പതിയെ ഗ്രാജുവലി ഒരു 1 month ഒക്കെ എടുത്ത് പതിയെ ട്രാക്കിലോട്ട് പോവുക.
അത് വീണ്ടും റീബിൽഡ് ചെയ്യുക. ആ ഒരു റിലേഷൻഷിപ്പ് പഴയ പോലെ തന്നെ അതിനേക്കാൾ ഉപരി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് അത് ബിൽഡ് ചെയ്യുക, അതിൽ ഇൻറ്റിമസി കൊണ്ടുവരിക, ക്യൂരിയോസിറ്റി കൊണ്ടുവരിക, വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഒന്ന് ചെയ്ത് പോവുക. ഇങ്ങനെയൊക്കെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള പ്രോസസ്സുകളിലൂടെ പോകുന്നതാണ് എപ്പോഴും നമുക്ക് നല്ലത് നമ്മുടെ ലൈഫിന്. അതല്ലെങ്കിൽ എപ്പോഴും വലിയ വലിയ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടും എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പേഴ്സണൽ കോച്ചിങ്ങിനോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാനോ വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുക, അതിന് വേണ്ട നിർദ്ദേശങ്ങൾ ഞങ്ങൾ നൽകാം. അത് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ മനോഹരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കാം. വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. നമസ്തേ.